പത്തനംതിട്ട റാന്നി രഞ്ജിത കൊലക്കേസിൽ പ്രതി കുറ്റക്കാരൻ. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന പ്രതി അതുൽ സത്യൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ വൈരാഗ്യത്തിലായിരുന്നു 2023 ജൂൺ 24 ആരും കൊല നടന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇത് 2023 കോളിളക്കം ഉണ്ടാക്കിയൊരു കേസാണ്. 3 വർഷം തികയും മുൻപ് കേസിൽ വിധി വരുന്നു. എന്താണ് കോടതിയുടെ കണ്ടെത്തലുകൾ? പത്തനംതിട്ട റാന്നി കീക്കുഴൂർ രഞ്ജിത കൊലക്കേസിലാണ് ഇപ്പോൾ കോടതി അല്പസമയത്തിന് 3 മണിക്ക് ശേഷം എന്തായാലും ഇത് സംബന്ധിച്ച് വിധി പറയും. എന്തായാലും പ്രതി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ യുവതി, അതായത് രഞ്ജിതയോടൊപ്പം താമസിച്ചിരുന്ന അതുൽ സത്യനാണ് കുറ്റക്കാരനെന്ന് കോടതി, പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. 2023 ജൂൺ 24 രാത്രിയാണ് ഇത്തരത്തിൽ ഒരു കൊലക്കേസ് നടക്കുന്നത്. ഈ വീട്ടിലെത്തിയ അതുൽ നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തെ നിരന്തരം മർദ്ദിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ കേസ് കൊടുത്തിരുന്നു. ആ കേസുമായി നടന്ന അന്വേഷണവും മറ്റു കാര്യങ്ങളുമാണ് വൈരാഗ്യമായി തോന്നാനും പിന്നീട് രഞ്ജിത്തെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയത്. വീട്ടിൽ ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിലാണ് അതിലെത്തിയ ശേഷം രഞ്ജിത അനിയത്തിയാണ് ആദ്യം പരിക്കേൽക്കുന്നത്. പിന്നീട് മാതാപിതാക്കളെയും രണ്ടുപേരും തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും രഞ്ജിത്ത് ഈ അതുൽ പരിക്കേൽപ്പിച്ചു. തുടർന്നാണ് രഞ്ജിതയെ ക്രൂരമായ രീതിയിൽ മക്കളുടെ മുന്നിലിട്ട് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്ത്. അതിനുശേഷം പ്രതി രക്ഷപ്പെടുന്നെങ്കിലും പിന്നീട് റാന്നി പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. നിരവധി തവണ ഈ രഞ്ജിതയെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ റാന്നി പോലീസ് അന്ന് പരാതി നൽകിയെങ്കിലും അതൊന്നും പരിഹരിക്കാനോ അത് നടപടി സ്വീകരിക്കാനോ ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ളതാണ് ഇത് നമുക്ക് അന്ന് തന്നെ വ്യക്തമായിട്ടുള്ളത്. അതേസമയം ഈ രഞ്ജിത ആദ്യ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള രഞ്ജിതയുടെ ഒപ്പമാണ് പിന്നീട് ഈ അതുൽ താമസിച്ചിരുന്നത്. സുഹൃത്താണെന്നാണ് പറഞ്ഞത്. ഒപ്പം താമസിച്ച വിവാദമാണ്. ആ ദീർഘകാലം രണ്ടുപേരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ അതുൽ സത്യൻ വലിയ രീതിയിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കുകയും ഈ രഞ്ജിതയെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിലാണ് ഒരു പരാതി വീട്ടുകാർ റാന്നി പോലീസിൽ നൽകിയത്. പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ അതുലിനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് രാത്രിയിലെത്തി ഇത്തരം ഒരു അരുങ്കൊല നടത്തിയത്. എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 3 മണിക്ക് ശേഷം പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിക്കും. നേരത്തെയും പല കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് അതില്. ഒപ്പം ഈ കഞ്ചാവ് കേസിൽ അടക്കമുള്ള കഞ്ചാവ് വിൽപ്പന, ലഹരി കടത്തൽക്കുള്ള കാര്യങ്ങളിലും ഈ പ്രതി അതിൽ അത്തരത്തിൽ ഒരു പ്രതിയായ വ്യക്തി കൂടിയാണ് അതില്. അതുകൊണ്ട് തന്നെ എന്തായാലും അല്പസമയത്തിനകത്ത് ഇതിനകം വെച്ചൊരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷ കോടതി വിധിക്കും. തീർച്ചയായും ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം നിഷ്ഠൂരമായ കൊലപാതകം. ഈ പ്രതിക്ക് ഏത് രീതിയിൽ ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം? എന്തായാലും പ്രോസിക്യൂഷൻ കൃത്യമായി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലെല്ലാം ആണ് കോടതിയിൽ വാദിച്ചത്. എന്തായാലും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കണം. അത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് ചെയ്തിട്ടുള്ളത്. കാരണം 2 കുട്ടികളുടെ മുന്നിൽ വെച്ച് രാത്രിയിൽ വെട്ടുകത്തി ഉപയോഗിച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് പ്രതി ചെയ്തത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി വാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പ്രോസിക്യൂഷനുണ്ട്. തെളിവുകളും അത്ര തന്നെയാണ് ഹാജരാക്കിയിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. ഇന്ന് രാവിലെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകുമെന്നാണ്, 3 മണിക്ക് ശേഷം വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 പെൺകുട്ടികളുടെ കൺമുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ പ്രതി ഈ രഞ്ജിതയെ ക്രൂരമായി വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുന്നത്. ഇത് തടയാനെത്തിയ രഞ്ജിതയുടെ അനിയത്തിയെയും അതുപോലെ തന്നെ രഞ്ജിതയുടെ മാതാവും പിതാവും അച്ഛനും അമ്മയും ഈ ക്രൂരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ 3 പേരും അന്ന് ചികിത്സയിലൊക്കെയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രഞ്ജിത മരണപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് കൃത്യമായ അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന് കുടുംബവും പ്രതീക്ഷിക്കുന്നുണ്ട്. ടോം, ഈ വിധി കേൾക്കാൻ ഈ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ ആരെങ്കിലും കോടതിയിൽ എത്തിയിട്ടുണ്ടോ? ടോം, അവര് കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ അർഹമായ ഒരു ശിക്ഷ
അല്ലെങ്കിൽ ഈ പ്രതിക്ക് ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കേസ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഒരുപക്ഷെ അത്തരത്തിൽ തന്നെ ഒരു ശിക്ഷ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ, വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്ന കാപ്പ കേസിലെ പ്രതിയാണ്. കഞ്ചാവ് ഉൾപ്പെടെ ലഹരി മരുന്ന് വിൽപ്പന നടന്ന ഒരു പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഈ അതുൽ ഈ രഞ്ജിതയെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടിയുണ്ട്. അതുകൊണ്ട് അർഹമായ ശിക്ഷ, അതായത് വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് വീട്ടുകാർ പറയുന്നു. അത്തരത്തിൽ പ്രോസിക്യൂഷൻ അത്ര കാര്യങ്ങൾ തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പോലീസും കൃത്യമായ സാക്ഷിമൊഴികളും ഒക്കെ ഈ കേസിന് അനുകൂലമായി തന്നെ ഉണ്ട്. ഇനി ശിക്ഷ എന്താണെന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. നിലവിൽ ഈ കഞ്ചാവ് കേസിന് അപ്പുറത്തേക്ക് ഈ നിരന്തരം ഈ രഞ്ജിതയെ മർദ്ദിക്കുന്ന രീതിയാണ് ഇയാൾക്കുള്ളത്. ഈ കൊലപ്പെടുത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ രഞ്ജിതയുടെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം മൊബൈൽ കൂടി വീഡിയോ കോൾ ചെയ്ത് അനിയത്തിയെ, നിന്റെ സഹോദരിയെ ഞാൻ കൊലപ്പെടുത്തുമെന്ന് കൂടിയൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം വിവാദമാവുകയും ഇതെല്ലാം ശശിനാരായണൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേസിൽ അതിവേഗത്തിൽ വിധി പറഞ്ഞു എന്നതാണ്. അതായത് സംഭവം സാധാരണ ഈ പോക്സോ കേസുകളിലാണ് 1 വർഷത്തിനുള്ളിലൊക്കെ വിധി വരാറുള്ളത്. ഇത് കൊലപാതക കേസുകളിൽ നാളുകളോളം വിചാരണയും മറ്റു നടപടികളൊക്കെ നീണ്ടുപോകാറുണ്ട്. ഇത് അതിവേഗത്തിൽ, അതായത് 3 വർഷം തികയും മുൻപ് തന്നെ കേസിൽ വിധി വരുന്നു. പ്രത്യേകിച്ചും ഇവിടെ ഈ അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂഷനെയൊക്കെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരുന്നു അന്വേഷണം, അതോടൊപ്പം മറ്റ് നടപടികൾ, വിചാരണ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിലുണ്ട്. പോലീസ് കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ ശേഖരിച്ചു. അത് കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ അത് ശേഖരിക്കുകയും പ്രതിക്ക് എതിരായി തന്നെ കൃത്യമായുള്ള എവിഡൻസ്, തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം. സാക്ഷിമൊഴികളും അത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ, അർഹമായ ഒരു ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കും എന്ന് കുടുംബം പ്രത്യാശിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ തരത്തിലേക്ക് ഒരു ശിക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതനുസരിച്ചുള്ള വാദമാണ് രാവിലെ നടന്നത്. അതുകൊണ്ട് തന്നെ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അർഹമായ ശിക്ഷ പ്രതിക്ക് ലഭിക്കും എന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ കേസന്വേഷണം ആദ്യഘട്ടം മുതൽ കൃത്യമായ രീതിയിലാണ് ഈ അന്വേഷണം നടന്നത്. കാരണം പരമാവധി തെളിവുകൾ, സാക്ഷിമൊഴികൾ തന്നെയല്ല, അമ്മയുടെ ഈ രഞ്ജിത സഹോദരി, ഒപ്പം അച്ഛൻ, ഈ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ഈ കേസിൽ ദൃസാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് സാഹചര്യ തെളിവുകളും എല്ലാം പ്രതിക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹമായ ഒരു ശിക്ഷ എന്തായാലും ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നീതി ലഭിക്കും എന്നും ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചുള്ള വിധി ഉണ്ടാകുമെന്നാണ് അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3 മണിക്ക് ശേഷം കോടതി ശിക്ഷ വിധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷമായിരിക്കും നമുക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അത്തരത്തിൽ ബന്ധുക്കളൊപ്പം നാട്ടുകാരും ഇത്തരത്തിൽ ഈ പ്രതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. കാരണം നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ അതും കാപ്പ കേസടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ലഹരി മരുന്ന് കടത്തടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ള ഒട്ടനവധി കേസുകൾ, അടിപിടി കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയാണ് ഈ അതുൽ. അതുകൊണ്ട് തന്നെ അർഹമായ ഒരു ശിക്ഷ ലഭിക്കണമെന്ന് നാട്ടുകാരും ആഗ്രഹിക്കുന്നു. അത്തരത്തിലേക്ക് വിധി വരുമെന്നാണ് വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട റാന്നി രഞ്ജിത കൊലക്കേസിലാണ് പ്രതി കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം കോടതി വിധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.